Welcome to XY's Malayali's channel. Don't forget to subscribe. ഫസ്റ്റ് ഇൻഫർമേഷൻ റിപ്പോർട്ട് രജിസ്റ്റർ ചെയ്യാൻ പോലീസ് വിസമ്മതിച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യണം? നമ്മുടെ രാജ്യത്തെ നിയമവ്യവസ്ഥ പ്രകാരം കുറ്റകൃത്യങ്ങൾക്കെതിരെ നിയമപരമായ നടപടി സ്വീകരിക്കാൻ പൊതുജനങ്ങൾക്ക് അവകാശം ഉറപ്പാക്കിയിട്ടുണ്ട്. അതിന്റെ ആദ്യ ഘട്ടമാണ് ഫസ്റ്റ് ഇൻഫർമേഷൻ റിപ്പോർട്ട് രജിസ്റ്റർ ചെയ്യുന്നത്. എന്നാൽ ചിലപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥർ ഫസ്റ്റ് ഇൻഫർമേഷൻ അല്ലെങ്കിൽ FIR രജിസ്റ്റർ ചെയ്യാൻ വിസമ്മതിക്കുന്ന സാഹചര്യങ്ങൾ കാണപ്പെടുന്നു. അത്തരം സാഹചര്യത്തിൽ പൊതുജനങ്ങൾ ചെയ്യേണ്ടത് എന്താണ് എന്നതാണ് ഇവിടെ വിശദീകരിക്കുന്നത്. ഫസ്റ്റ് ഇൻഫർമേഷൻ റിപ്പോർട്ട് എന്നാൽ എന്താണ്? FIR എന്നാൽ ഫസ്റ്റ് ഇൻഫർമേഷൻ റിപ്പോർട്ട് എന്നതിന്റെയും ഹ്രസ്വരൂപമാണ്. ക്രിമിനൽ കേസുകളെക്കുറിച്ച് പോലീസിന് ലഭിക്കുന്ന ആദ്യത്തെ വിവരങ്ങളാണ് ഇതിലൂടെ രേഖപ്പെടുത്തുന്നത്. ഇന്ത്യൻ ക്രിമിനൽ നിയമം CRPC ക്രിമിനൽ പ്രൊസീജിയർ കോഡ് 154 വകുപ്പ് പ്രകാരമാണ് ഫസ്റ്റ് ഇൻഫർമേഷൻ റിപ്പോർട്ട് രജിസ്റ്റർ ചെയ്യേണ്ടതെന്നത് നിർബന്ധിതമാക്കിയിരിക്കുന്നത്. ഇപ്പോൾ ഇത് CRPC സെക്ഷൻ 154 പകരം വന്നിരിക്കുന്നത് BNSS ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിതയുടെ സെക്ഷൻ 173 ആണ്. ഉള്ളടക്കം CRPC 154 വളരെ സാമ്യമാണ്, എന്നാൽ ചില പുതുക്കലുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഫസ്റ്റ് ഇൻഫർമേഷൻ റിപ്പോർട്ട് ഓൺലൈനായി നൽകാനുള്ള സംവിധാനം, വിമർശനാത്മകമായി പരാതികൾ പരിഗണിക്കാൻ കൂടുതൽ നിയമപരമായ പ്രോസസ്സുകൾ, അന്വേഷണങ്ങൾക്കായി സമയപരിധികൾ നിശ്ചയിച്ചിട്ടുണ്ട്. കൂടാതെ കൂടുതൽ പ്രത്യേക പ്രോട്ടോക്കോളുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അന്വേഷണത്തിനായി പ്രത്യേക ഉദ്യോഗസ്ഥർ നിർബന്ധം, പരിശോധനയ്ക്കുള്ള മാർഗരേഖകളുണ്ട്. ഫസ്റ്റ് ഇൻഫർമേഷൻ റിപ്പോർട്ട് രജിസ്റ്റർ ചെയ്യാൻ പോലീസിന് ബാധ്യതയുണ്ടോ? CRPC 154 വകുപ്പ് പ്രകാരം കോഗ്നിസബിൾ ഒഫൻസ് സംബന്ധിച്ച വിവരം ലഭിച്ചാൽ പോലീസ് അത് എഴുതി ഫസ്റ്റ് ഇൻഫർമേഷൻ റിപ്പോർട്ട് ആയി രജിസ്റ്റർ ചെയ്യേണ്ടത് പോലീസിന്റെ ബാധ്യതയാണ്. ഉദാഹരണത്തിന് കൊലപാതകം, പീഡനം, മനുഷ്യാഹരണം തുടങ്ങിയ ഗുരുതര കുറ്റങ്ങൾ ഈ വിഭാഗത്തിലേക്ക് വരുന്നു. ഇത്തരം കേസുകളിൽ അന്വേഷണം ആരംഭിക്കാനായി ഫസ്റ്റ് ഇൻഫർമേഷൻ റിപ്പോർട്ട് അനിവാര്യമാണ്. വിസമ്മതിച്ചാൽ എന്താണ് ചെയ്യേണ്ടത്? പോലീസ് സൂപ്രണ്ടിനെ SPA അറിയിക്കുക. ഫസ്റ്റ് ഇൻഫർമേഷൻ റിപ്പോർട്ട് രജിസ്റ്റർ ചെയ്യാൻ വിസമ്മതിക്കുന്ന പോലീസുകാരുടെ നടപടിക്കെതിരെ അതേ സ്റ്റേഷനുള്ള ഉന്നത ഉദ്യോഗസ്ഥനായ ജില്ലാ പോലീസ് സൂപ്രണ്ടിന് എഴുത്തിലൂടെ പരാതി നൽകാവുന്നതാണ്. SP ഇതിന്മേൽ നടപടി എടുക്കേണ്ടതുണ്ട്. ജുഡീഷ്യൽ മജിസ്ട്രേറ്റിന്റെ സഹായം തേടുക. CRPC 156(3) വകുപ്പ് പ്രകാരം താങ്കളുടെ പരാതി പോലീസ് സ്വീകരിക്കാതിരുന്നാൽ തദ്ദേശത്തെ മജിസ്ട്രേറ്റിനെ സമീപിക്കാം. മജിസ്ട്രേറ്റ് ആവശ്യമായ അന്വേഷണത്തിനായി പോലീസ് സ്റ്റേഷനെ നിർദ്ദേശിക്കും. ഓൺലൈൻ വഴി പരാതിപ്പെടുക. പല സംസ്ഥാനങ്ങളിലും ഓൺലൈൻ ഫസ്റ്റ് ഇൻഫർമേഷൻ റിപ്പോർട്ട് രജിസ്റ്റർ ചെയ്യാനുള്ള സംവിധാനം നിലവിലുണ്ട്. അതുവഴിയും പരാതി നൽകാം. ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ, വിജിലൻസ് വിഭാഗം. ഫസ്റ്റ് ഇൻഫർമേഷൻ റിപ്പോർട്ട് രജിസ്റ്റർ ചെയ്യുന്നതിൽ കൃത്യമായ നിയമ ലംഘനമുണ്ടായാൽ മനുഷ്യാവകാശ കമ്മീഷനിലേക്കോ പോലീസിന്റെ വിജിലൻസ് വിഭാഗത്തിലേക്കോ പരാതി നൽകാം. നിയമസഹായം തേടുക. ഒരു അഭിഭാഷകന്റെ സഹായം ആവശ്യപ്പെടുന്നത് സമയബന്ധിതമായും ഫലപ്രദമായും തീരുമാനങ്ങൾ എടുക്കാൻ സഹായകമായിരിക്കും. നമ്മുടെ ഭരണഘടനാപരമായ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടുന്നതിനും നീതി ലഭിക്കുന്നതിനും ഫസ്റ്റ് ഇൻഫർമേഷൻ റിപ്പോർട്ട് രജിസ്റ്റർ ചെയ്യൽ ഏറ്റവും അടിസ്ഥാനപരമായ ഘട്ടമാണ്. അതിനാൽ തന്നെ പോലീസിന്റെ വിസമ്മതിക്ക് മുൻപിൽ മുട്ടിപ്പോകാതെ നിയമപരമായ മാർഗങ്ങൾ പിന്തുടരുന്നത് അത്യന്തം പ്രാധാന്യമുള്ളതാണ്. ജനങ്ങൾ സ്വയം അവകാശങ്ങളെക്കുറിച്ചും നിയമപരമായ നടപടികളെക്കുറിച്ച് അറിയുകയും രാഷ്ട്രബോധമുള്ള പ്രവൃത്തികളിലൂടെ സമൂഹത്തിൽ നീതിക്ക് വഴിയൊരുക്കുകയും ചെയ്യേണ്ടത് അനിവാര്യമാണ്. താങ്ക് യു ഫോർ വാച്ചിങ്. Hello, hey!